Hey folks, welcome to another episode of Turbo Drive. And ഇതാണ് ആ 33 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഏറ്റവും പുതിയ സ്വിഫ്റ്റ്. ഇത് നോർമൽ സ്വിഫ്റ്റ് അല്ല, ഇത് സ്വിഫ്റ്റിന്റെ CNG വെർഷനാണ്. ഏറ്റവും പുതിയ സ്വിഫ്റ്റിൽ ആ ഒരു CNG ഫ്യൂൽ എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പവർ ട്രെയിൻ കൂടെ അവർ കൊടുത്തിരിക്കുകയാണ് മാരുതി. 55 ലിറ്റർ, അതായത് 7 കിലോയുടെ ഒരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസിലാണ് ആ ടാങ്ക് നോർമലി കാണുന്ന പോലെ തന്നെ ആ ഒരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി KGയിലാണ് CNG റെഫർ ചെയ്യാറ്. ഇവിടെ നമുക്ക് 7 കിലോയുടെ ഒരു ടാങ്കും, അതായത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 55 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട്. മാരുതി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ പ്ലാന്റിൽ നിന്ന് തന്നെ പ്രീ ഇൻസ്റ്റാളായിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫും സെക്യൂർ ആയിട്ട് അതിൻ്റെ പ്രോപ്പർ എഞ്ചിനീയറിംഗ് സൈഡെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ലേബലിംഗ് നമുക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇനിയിപ്പം CNGയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫുൾ ടാങ്കിൽ, അതായത് 7 കിലോ നിറച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 300 കിലോമീറ്റർ 250-നും 300-നും ഇടയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് CNGയുടെ ആ ഒരു കണക്കെന്ന് പറയുന്നത്. അങ്ങനെയാണ് മാരുതി അതിനെ 33 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന രീതിയിലേക്ക് കണക്കാക്കുന്നത്. ആൻഡ് ഇത് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. CNGയിലാണ് ഞാൻ ഫുൾ ഉപയോഗിക്കുന്നത്. ഞാൻ കിട്ടിയ സമയം മുതൽ ഇന്ന് വരെ CNGയിലാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ്, ഈ പറയുന്ന മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. 1 കിലോ CNG, കിലോയിലാന്ന് ഞാൻ പറഞ്ഞല്ലോ, 1 കിലോ CNGയുടെ വില എന്ന് പറയുന്നത് 90 രൂപയാണ്. പെട്രോളോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 ലിറ്ററിന് 105 രൂപ. അപ്പോൾ 1 കിലോ CNGയും 1 ലിറ്റർ പെട്രോളും തമ്മിൽ 15 രൂപയുടെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഈ 15 രൂപ എന്നുള്ളത് വളരെ എക്കോണമിക്കലായിട്ടുള്ള ഒരു ഫിഗറും കൂടിയാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാം അത് എങ്ങനെയാണ് എക്കോണമിക്കലായി വൈബിൾ ആകാൻ നമുക്ക് പറ്റുന്നതെന്ന്. ആൻഡ് ആക്ച്വലി ഇത് നമുക്കൊരു ഹൈബ്രിഡ് ഒരു ഫ്യൂവലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നോർമലി ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാഹനം ഓടുന്ന സമയത്ത് നോർമൽ എഞ്ചിനിൽ നിന്നുള്ള ആ ഒരു പവർ ഔട്ട്പുട്ടിൽ നിന്നും ഇലക്ട്രിക് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രിക് എനർജിയിലാണ് പിന്നെ ആ ഒരു വാഹനം റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു CNGയും നമുക്ക് ഒരു ഹൈബ്രിഡ് ഫ്യൂവൽ ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ബിക്കോസ് വേണമെങ്കിൽ നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിനിലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻസി വേണമെങ്കിൽ CNGയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ടൊരു ബട്ടൺ ഉണ്ട്, ഡ്രൈവർ ഈ സൈഡിലായിട്ടൊരു ബട്ടൺ ആണ്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് CNGയിലേക്ക് മാറും. ആൻഡ് വാഹനം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനിലായിരിക്കും. ലൈക്ക് ഹൈബ്രിഡ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് CNGയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. CNGയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഒരു ചെറിയ സൗണ്ട് നമുക്ക് ബൈക്കിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും. അത് കേൾക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ CNGയിലേക്ക് കൺവേർട്ട് ആയി എന്നുള്ള കാര്യം. മീറ്റർ കൺസോളിൽ നമുക്ക് 2 ഫ്യൂൽ ഗേജ് കാണാനായിട്ട് സാധിക്കും. ഒന്ന് പെട്രോളിൻ്റെയും ഒന്ന് CNGയുടെയും. അതിൽ നമുക്ക് ഇൻഡിക്കേഷൻ പെട്രോളിലാണോ CNGയിലാണോ വാഹനം ഓടുന്നത് എന്നുള്ള ഇൻഡിക്കേഷൻ അറിയാനായിട്ട് സാധിക്കും. ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ പെട്രോളിന്റെ ഒരു ഡിസ്റ്റൻസ് ടു എംടിയും ആവറേജ് ഫ്യൂൽ എക്കോണമിയും കാണിക്കുന്നുണ്ട്. എന്നാൽ CNGയുടെ കാണിക്കുന്നില്ല. മേ ബി എനിക്ക് തോന്നുന്നത് അത് CNG ഞാൻ പറഞ്ഞല്ലോ കിലോയിലാണ് റെഫർ ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇതിൽ കാണിക്കാത്തത്. പക്ഷേ 55 ലിറ്ററിന്റെ ടാങ്ക് ആണെന്ന് മാരുതി അതിനകത്ത് ലേബലും ചെയ്തിട്ടുണ്ട്. ബട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ആ ഒരു ആവറേജ് ഫ്യൂൽ എക്കോണമിയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു എംടിയോ CNGയിൽ നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കില്ല. ഫ്യൂൽ ഗേജിന്റെ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ ടാങ്ക് ടു ടാങ്ക് മെഷർ ചെയ്താൽ മാത്രം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ടാങ്ക് ടു ടാങ്ക് ഞാൻ നടത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് 300 കിലോമീറ്ററിന് അടുപ്പിച്ച് 250-നും 300-നും ഇടയ്ക്ക് നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് ഒരു ഫുൾ ടാങ്കിൽ. ഏകദേശം ഒരു ഫുൾ ടാങ്ക് നമുക്ക് ഒരു 700-750 രൂപയ്ക്ക് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് CNGയുടെ ഒരു കണക്ക് വരുന്നത്. 700-750 രൂപ എന്ന് പറയുന്നത് പെട്രോൾ ഫില്ല് ചെയ്യുന്നതിനേക്കാളും ഫാർ എക്കണോമിക്കലായിട്ട് വയബിൾ ആകുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. നേരത്തെയൊക്കെ 750 രൂപയ്ക്ക്, അതായത് 2-3 വർഷം മുന്നേ 750 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമായിരുന്നെങ്കിൽ മുക്കാൽ ടാങ്കുകൾ നമുക്ക് ഫ്യൂവൽ കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഫ്യൂവൽ ഓൾട്ടർനേറ്റീവ് ആണ് CNG. ഇനി CNGയിലേക്ക് വരുമ്പോൾ ബൂട്ട് സ്പേസിലാണ് ആ ഒരു CNG ടാങ്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. വലിയ ലഗേജ് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ചെറിയ കുറച്ച് ബാഗ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ബൈക്കിലത്തെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം ലഗേജ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴും ബൈക്കിൽ പാസഞ്ചർ ഇല്ലെങ്കിൽ മാത്രമേ നമുക്കത് പോസിബിൾ ആവുള്ളൂ. കൂടാതെ സ്പെയർ വീൽ നമുക്ക് വരുന്നില്ല. CNG വരുന്നത് കൊണ്ട് തന്നെയാണ് സ്പെയർ വീൽ നമുക്ക് വരുന്നില്ല. ഒരു പങ്ക്ചർ കിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സ്വിഫ്റ്റ് നമുക്ക് 3 വേരിയൻസിലാണ് ലഭിക്കുക: VXI ഓപ്ഷണൽ ആൻഡ് ZXi. സോ ഇത് ZXi ആണ്. CNGയിലെ ടോപ്പ് വേരിയന്റ് ആണ് ഈ ഒരു വാഹനം. ഈ വാഹനത്തിലേക്ക് ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, 7 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. അതിൽ വയർലെസ് ആയ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയവ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് AC വെൻസും അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. കൂടാതെ നമുക്ക് അലോയ് വീലും ഈ ഒരു വെർഷനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 5 സ്പീഡ് മാനുവലാണ് ഗിയർ ട്രാൻസ്മിഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ക്ലച്ചും അത്യാവശ്യം ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് അത് കുറച്ചുകൂടി നമുക്ക് ഈസിനെസ് തരുന്നുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് ഫ്രണ്ട് ഫോഗ് ലാംപ്സ് വരുന്നില്ല, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നില്ല, സെൻസർ മാത്രമേ വരുന്നുള്ളൂ.
നമുക്ക് 7 ഇഞ്ചിൻ്റെ സ്ക്രീനും ഉണ്ട്, ബട്ട് സെൻസർ മാത്രമേ വരുന്നുള്ളൂ. ക്യാമറയുടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ആൻഡ് ക്രൂയിസ് കൺട്രോളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്റ്റിയറിംഗിൽ എന്നാൽ മൾട്ടിമീഡിയയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും നോർമൽ സ്വിഫ്റ്റിലും വരുന്നില്ല, അത് ഈ CNG നമുക്ക് ലഭിക്കുന്നില്ല. സോ ഇനി എഞ്ചിൻ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നോർമൽ ആ ഒരു സ്വിഫ്റ്റിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 82 HP പവറും 113 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് പെട്രോളിൽ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്. ഇനി ഇൻ കേസ് CNGയിലേക്ക് പോകുന്ന സമയത്ത് 10 HP ഡ്രോപ്പ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ അത് സിറ്റി റണ്ണിലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സിറ്റി റണ്ണിൽ നമുക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. സ്റ്റേഷനിലോ ഒക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ പവർ ഡ്രോപ്പായിട്ട് നമുക്ക് തോന്നിയേക്കാം. ബട്ട് അത് സിറ്റി റൺസിലൊന്നും യാതൊരുവിധ ലാഗും നമുക്ക് തോന്നിക്കുന്നില്ല. CNG ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് വാഹനത്തിലുള്ള ആൾക്കാരോട് ഇറങ്ങി പുറത്ത് നിൽക്കാൻ പറയാറുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടോടെ ഫില്ല് ചെയ്യാൻ പോയ സമയത്ത് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാനായിട്ട് പറയുകയുണ്ടായി. ആൻഡ് CNGയുടെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ ഞാനിത് മോസ്റ്റ്ലി യൂസ് ചെയ്തത് എറണാകുളം, കൊച്ചി ആ ഒരു ലൊക്കേഷനിലാണ്. അതുകൊണ്ട് തന്നെ CNGയുടെ അവൈലബിലിറ്റി ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അപ്പം വൈറ്റില പോലൊരു ടൗൺ എടുക്കുകയാണെങ്കിൽ വൈറ്റിലയിൽ ഒരു 4-5 പമ്പിൽ നമുക്ക് CNG ലഭിക്കും. വൈറ്റിലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിലെല്ലാം നമുക്ക് CNG ലഭിക്കും. ഇൻ കേസ് ഇപ്പോൾ തൃശ്ശൂർ പോകുകയാണെങ്കിലും തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു 10-12 പമ്പിൽ നമുക്ക് CNG ലഭിക്കും. കോട്ടയത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഏറ്റുമാനൂർ സൈഡിലൊരു പമ്പിൽ CNG ഉണ്ട്. ബിക്കോസ് ഞാൻ കോട്ടയം പോയ സമയത്ത് അവിടെ നിന്നാണ് ഞാൻ ഫില്ല് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഒരു പ്രശ്നമല്ല. അവൈലബിലിറ്റി മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫുൾ ടാങ്കിൽ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ പോകാനായിട്ട് സാധിക്കും. അതായത് എറണാകുളം ടു ട്രിവാൻഡ്രം 250 കിലോമീറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒറ്റ ഫുൾ ടാങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്താൽ ട്രിവാൻഡ്രം വരെ ഈ ഒരു വാഹനം കൊണ്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. സോ നെറ്റിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിലിൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ CNG പമ്പിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ട്രാവൽ നമ്മൾ അങ്ങനെ ഒരു ലോങ് ജേർണി പോവുകയാണെങ്കിൽ CNGയിൽ മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ഒരു പമ്പിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് പോകാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ CNG തീർന്നു കഴിഞ്ഞാൽ ഈസിലി ഫ്യൂവലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ബട്ട് കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ആ CNGയുടെ അവൈലബിലിറ്റി നോക്കേണ്ടതായിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ നമുക്കൊരു 22 കിലോമീറ്ററാണ് മാരുതി ക്ലെയിം ചെയ്യുന്നത്. ബട്ട് നമുക്ക് സിറ്റി റണ്ണിലൊരു 15-16 കിട്ടുള്ളൂ. ഹൈവേ റണ്ണിലൊക്കെ പോയാൽ മാത്രമേ ഈ ഒരു 22-23 കിലോമീറ്റർ ഒക്കെ കിട്ടുള്ളൂ. എന്നാൽ CNG നമുക്ക് ഈ പറയുന്ന മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു വാഹനം നല്ല എക്കണോമിക്കലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇൻ കേസ് ഇപ്പം നോർമൽ പെട്രോൾ എഞ്ചിന്റെ ഒരു റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പെർ കിലോമീറ്റർ ഒരു 8 രൂപ 9 രൂപയ്ക്ക് അടുത്ത് വരും. എന്നാൽ ഈ ഒരു CNGയിലേക്ക് വരുന്ന സമയത്ത് നേരെ ഹാഫ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് 3 രൂപ 4 രൂപ പെർ കിലോമീറ്ററിന് മാത്രമേ നമുക്ക് റണ്ണിങ് കോസ്റ്റ് വരുന്നുള്ളൂ. എസ്പെഷ്യലി ഈ CNGയുടെ പ്രൈസും ഇതിൻ്റെ ആ ഒരു റേഞ്ചും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് നല്ല ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നോർമൽ പെട്രോൾ എഞ്ചിനും CNGയും തമ്മിൽ ഏകദേശം 90,000 രൂപ ഡിഫറൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഈ പറഞ്ഞ 3 വേരിയൻസിൽ. ആ 90,000 രൂപ നമുക്ക് ഈസിലി ഈ ഒരു CNG കൊണ്ട് തന്നെ നമുക്കത് ബ്രേക്ക് ഈവൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു റേഞ്ചും അതിൻ്റെ ഒരു ഫ്യൂവൽ എക്കണോമിയും കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ ഒരു വാഹനം കിട്ടിയത് മുതൽ ഇന്ന് വരെ ഞാൻ പെട്രോൾ ഇതിനകത്ത് അടിച്ചിട്ടില്ല. ഞാൻ CNGയിൽ മാത്രമാണ് ഓടിക്കുന്നത്. കിട്ടിയ സമയത്ത് എനിക്കൊരു 3 ബാർ പെട്രോളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ആ ഒരു 3 ബാർ പെട്രോൾ തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ പെട്രോൾ അടിച്ചിട്ടേ ഇല്ല. CNG ആണ് എനിക്ക് കുറച്ചുകൂടി ഞാൻ നോക്കുമ്പോൾ CNGയുടെ ആ ഒരു എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ അഫോർഡബിലിറ്റി നോക്കുകയാണെങ്കിലും എനിക്കൊരു 600-650 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ CNG ഫുൾ ആവും. ആൻഡ് CNGയിലെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് അപ്പം പെട്രോൾ അടിക്കുന്ന പോലെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് അടിക്കാൻ പറ്റില്ല. CNG ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകാനായിട്ട്. അല്ല CNG ഇപ്പം നമുക്ക് 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ CNG ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു ടോപ്പ് മോഡലുണ്ട്. അതായത് ZXi CNGയിലെ ടോപ്പ് വേരിയൻ്റ് ആണ് ZXi എന്ന് പറയുന്നത്. ZXiയിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. VXi ഓപ്ഷണൽ ZXiയിലാണ് 3 വേരിയൻസിലാണ് ലഭിക്കുക. 7 to 10 lakh ആണ് ഈ 3ന്റെയും എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആർക്കാണ് ഈ ഒരു വാഹനം കൂടുതൽ സ്യൂട്ടബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബൂട്ട് സ്പേസിന്റെ പ്രശ്നം നിങ്ങൾക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂവൽ ഓപ്ഷനാണ് CNG പ്ലസ് പെട്രോൾ എന്നുള്ളത്. നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്യൂവൽ എക്കോണമി ആയിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ, നിങ്ങളുടെ ബഡ്ജറ്റ് 10 ലക്ഷം രൂപ താഴെയാണ് എങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പെട്രോൾ പ്ലസ് CNG എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മുടെ 14 ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ വയനാട് മാത്രമേ CNGയുടെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുകയുള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും ഫ്യൂവൽ സ്റ്റേഷനിൽ നമുക്ക് CNGയുടെ അവൈലബിലിറ്റി നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹസിൽ ഫ്രീ ആയിട്ട് നമുക്ക് നല്ല ഓട്ടമുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല ഓട്ടമുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ, ഇത് ബ്രേക്ക് ഈവൻ ചെയ്യാനായിട്ടും കുറച്ചുകൂടി ഫ്യൂവൽ എക്കോണമി ആയിട്ട് അഫോർഡബിൾ ആയിട്ട് വാഹനം കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ. ഇത് സ്വിഫ്റ്റിന്റെ ഏറ്റവും പുതിയ പെട്രോൾ പ്ലസ് CNG വേർഷൻ ആണ്. ആക്ച്വലി ഈ ഒരു വാഹനം എനിക്ക് ഇഷ്ടപ്പെട്ടു. എഗെയിൻ നോക്കുമ്പോഴും നമ്മൾ ആ ഒരു അഫോർഡബിലിറ്റി
എക്കണോമിക്കലി നോക്കുമ്പോഴും വയബിൾ ആകുന്ന കൈൻഡ് ഓഫ് ഫ്യൂവൽ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്യൂവൽ ഓപ്ഷനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് CNG എന്ന് പറയുന്നത്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.